ബ്ലോക്ക് പ്രദേശം. അപ്പോൾ പൊതുവെ നെൽകൃഷി മേഖല എടുത്തു നോക്കിയാൽ 2006-2007 മുമ്പുള്ള കാലഘട്ടങ്ങളിൽ വളരെ ശോചനീയമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു കൊടകര ബ്ലോക്ക് പ്രദേശത്തുണ്ടായിരുന്നത്. ഈ പശ്ചാത്തലങ്ങളൊക്കെ പരിഗണിച്ചാണ് കൊടകരയിൽ ഒരു ബൃഹത്തായിട്ടുള്ള സുസ്ഥിര കൊടകര വികസന പദ്ധതി എന്ന വിവിധ മേഖലകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് ബഹുമാനപ്പെട്ട MLA നേതൃത്വത്തിൽ തീരുമാനമെടുക്കുകയുണ്ടായി. കാർഷിക മേഖലയിലുള്ള ഇടപെടലിനായി ഗാലസ എന്ന പദ്ധതിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തത്. ഗ്രൂപ്പ് അപ്രോച്ച് ഫോർ ലോക്കലി അഡാപ്റ്റബിൾ ആൻഡ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. അതായത് ഒരു പ്രദേശത്തെ നമുക്ക് പ്രാദേശികമായിട്ട് ഇടപെടാനാവുന്ന സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടുത്തരവാദിത്തത്തോടുകൂടിയുള്ള ശാസ്ത്രീയമായിട്ടുള്ള ദിശാബോധത്തോടുകൂടിയുള്ള ഒരു കൂട്ടുകൃഷി സംവിധാനം എന്നതാണ് ഈ ഗാലസ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പൈലറ്റ് പദ്ധതി അടിസ്ഥാനത്തിൽ ആദ്യമായി 75 ഹെക്ടർ പ്രദേശത്ത് മറ്റത്തൂർ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട 3 പാടശേഖരങ്ങൾ, കരയമ്പാടം, ചാഴിക്കാട് പാടശേഖരം, അതേപോലെ തന്നെ കോടാലി പാടശേഖരം, ഈ 3 പാടശേഖരങ്ങളിൽ ഉൾപ്പെട്ട 75 ഹെക്ടർ സ്ഥലത്താണ് 2006-07 സാമ്പത്തിക വർഷത്തിൽ ആദ്യമായി ഗാലസ നെൽകൃഷിയിൽ പരീക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ കൂട്ടുകൃഷി സംവിധാനത്തിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും ശാസ്ത്രീയമായും സമയബന്ധിതമായിട്ടും കാർഷിക കൃഷിപ്പണികളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് വഴി തന്നെ വലിയ ഒരു കുതിച്ചുചാട്ടം ഉൽപ്പാദനക്ഷമതാ വർധനവിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് ഈ പൈലറ്റ് പ്രോജക്റ്റിൻ്റെ നിർവഹണത്തോടുകൂടി മനസ്സിലാക്കുകയും പിന്നീട് ഘട്ടം ഘട്ടമായി ഓരോ സാമ്പത്തിക വർഷത്തിലും ബ്ലോക്ക് പ്രദേശത്ത് ലഭ്യമായ മുഴുവൻ നെൽകൃഷി പ്രദേശത്തേക്ക് ഈ പദ്ധതി വ്യാപിപ്പിക്കുന്നതിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ 2009-10 സാമ്പത്തിക വർഷം വരെ പദ്ധതി നിർവഹണം എത്തി നിൽക്കുമ്പോൾ